കലോത്സവത്തിൽ ഇനി അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം റൈഹാന മുത്തു. വെൽക്കം വെൽക്കം. താങ്ക് യു. റൈഹാന ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 9th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂൾ? IVHS ഇസ്ലാമിക് സ്കൂൾ. എവിടെയാ? ഒരുമനയൂർ. ഒരുമനയൂരിലെ. ഓക്കെ. പാട്ടുകാരിയാണ് അല്ലേ? ഗംഭീര ഡ്രസ്സിംഗ് കേട്ടോ, അടിപൊളി ഡ്രസ്സിംഗ് അല്ലേ? അതിനാദ്യം എല്ലാവരും ചേർന്നൊരു കൈ കൊടുക്കും. അപ്പോ ഏതെങ്കിലും റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിരുന്നോ? കുപ്പായം. കുട്ടിക്കുപ്പായത്തിൽ പങ്കെടുത്തു. സമ്മാനം അടിച്ചോ? ഇല്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അതിന്. താങ്ക് യു. അപ്പൊ നമുക്ക് വേണ്ടി ഇവിടെ എന്താ പെർഫോം ചെയ്യാൻ പോണേ? ഞാൻ ഹിന്ദി സോങ് ഓക്കെ. ദിവാനി മസ്താനി. റൈഹാന പാട്ട് പഠിക്കണ്ടോ മോളെ? പഠിക്കുന്നുണ്ട്. ഓക്കെ. ആരെടുത്താ പഠിക്കണേ? ഞാൻ തൃശ്ശൂരുള്ള നിത്യ ചേച്ചി പഠിപ്പിക്കുന്നു. ഓ വണ്ടർഫുൾ. ട്രാക്ക് പ്ലീസ്. नजर जो तेरी लागी मैं दीवानी हो गई, दीवानी हाँ दीवानी दीवानी हो गई। मशहूर मेरे इश्क की कहानी हो गई, जो जगने न मानी तू मैंने बिठानी कहानी में देखो कहाँ चली आई। कहती है ये दीवानी मस्तानी हो गई, मशहूर मेरे इश्क की कहानी हो गई, जो जगने न मानी तू मैंने बिठानी कहानी में देखो कहाँ चली आई। कहती है ये दीवानी मस्तानी हो गई, दीवानी हाँ दीवानी दीवानी हो गई। ज़कात से तूने लगाया, दीवानी 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 हो गई। मरहूम से तूने लगाया, रूहानी 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 हो गई। पहचान मेरे इश्क की अब तो, पहचान मेरे इश्क की अब तो रवानी 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 हो गई। मशहूर मेरे इश्क की कहानी हो गई, कहती है ये दीवानी मस्तानी हो गई, दीवानी हाँ दीवानी दीवानी हो गई। मशहूर मेरे इश्क की कहानी हो गई, जो जगने न मानी तू मैंने बिठानी कहानी में देखो कहाँ चली आई। कहती है ये दीवानी मस्तानी हो गई, दीवानी हाँ दीवानी दीवानी हो गई। മോളെ ശരിക്കും സംസാരിക്കുമ്പോഴൊക്കെ മോള് ഭയങ്കര ഒരു ശരിക്കും ഒരു കൊച്ചുകുട്ടി, പക്ഷെ പാടുമ്പോ ഒരു മെച്ചുവർഡ് പ്രൊഫഷണൽ സിംഗർ പാടുന്നവരുണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര രസമുണ്ട്. അതുപോലെ മൈക്ക് കൺട്രോൾ ഒക്കെ എങ്ങനെ പഠിച്ചു? 9th സ്റ്റാൻഡേർഡിലല്ലേ പഠിക്കണേ? അപ്പൊ ഈ മൈക്ക് കൺട്രോൾ ഒക്കെ സ്കൂളിൽ പാടുന്ന സമയത്താണോ? എങ്ങനെയാണ്? ഭയങ്കര രസമായിട്ട് ഹൈസിനും ലോസിനും ഒക്കെ അത് പിടിച്ചതൊക്കെ ഭയങ്കര രസമുണ്ട്. അടുത്തേത് പാട്ടാ നമുക്ക് പാടാൻ പോണേ? അടുത്തത് തേൻമൊഴി. തേൻമൊഴി. ഓക്കെ. തിരുച്ചിത്രമ്പലം അല്ലേ? അടിപൊളി പാട്ട്. തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ചേ യേസടി വാൻമതി പൈങ്കിളി ആസ തീര വാറ്റുനീ ഒന്ന നനച്ചൊന്നും ഉരുകല പോടി സോകത്തിൽ ഒന്നും വളയ്ക്ക
சிரிக்கிறையே தேன்மொழி பூங்கொடி வாடி போச்சே ஏசடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ நிஜமா நான் செஞ்ச பாவம் முழுசா உன் மேல விதைச்ச பாசம் நிழலும் பின்னால காணும் அதுக்கும் அம்மாடி புதுசா கோவம் பாலே இங்க தேடலாம் பாயாசம் கேக்குதா காற்றே இங்க வீசலாம் காற்றாடி கேக்குதா உன் மேல குத்தம் இல்ல நீ ஒன்னும் நானும் இல்ல தேன்மொழி பூங்கொடி வாடி போச்சே ஏசடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ ஒன்ன நினைச்சொന്നും உருகல போடி சோகத்தில் ஒன்னும் வளைக்கல தாண்டி கெத்து காட்டிட்டு அழுமுறையே அழுகு முட்டிச்சிட்டு சிரிக்கிறையே தேன்மொழி பூங்கொடி வாடி போச்சே ஏசடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ ഓ, 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 ഓ. നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് പാടിയേട്ടാ. Thank you. ഇടയ്ക്കുള്ള സാധനമൊക്കെ ഭയങ്കര രസമായിട്ട് പാടി. അവിടെ ഇപ്പൊ കുട്ടിക്കുപ്പായത്തിലൊക്കെ പോയിട്ട് നല്ല ട്രെയിനിങ് ഉണ്ടോ അവിടെയൊക്കെ? ഉണ്ട് അതിന്റെയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു പലയിടത്തുള്ള എക്സ്പോഷർ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇനിയും ഒരുപാട് സ്റ്റേജസ് പാടണം. അത് കാരണം എനിക്ക് തോന്നുന്നു സ്റ്റേജിന് പറ്റിയൊരു ആള് വേണം. ഇനി നമുക്കൊരു ഒരു പാട്ടും കൂടി ഉണ്ടോ നമുക്ക് വേണ്ടിയിട്ട്? ഒരു മാപ്പിളപ്പാട്ട് വേണ്ട നമുക്ക്? മാപ്പിളപ്പാട്ടാണ് ആണോ അടുത്തത്? ഓക്കെ ശരി ഓക്കെ. ും
കലക്കനായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഒന്നും പറയല്ല, ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ആൻഡ് നല്ല ട്രെയിൻഡ് ആണ്. അത് കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഇതെല്ലാം കൂടി ചേർന്ന് കിട്ടുക എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ആരാ കൂടെ വന്നിട്ടുള്ളേ? ഉപ്പയും മാമയും. അപ്പൊ ഉപ്പയെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം അല്ലേ? ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. ഉപ്പ വരൂ. അതെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ട്രെയിനിങ് എന്നുള്ളത്. ഉപ്പ സിംഗർ അല്ലേ? പാടും പാടും പ്രൊഫഷണലി ഗാനമേള തന്നെയാണ്. അതാണ് മൈക്ക് കൺട്രോളും സാധനങ്ങളും ഒക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായി. ഇതല്ലേ സംഭവം? പേരെന്താണ്? മുത്തു. കൈരളി ചാനൽ പാടിയിരുന്നാണ്, വിന്നറാണ്. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. റൈഹാന മുത്തുവിലെ മുത്തു ഇതാണ്. അപ്പൊ കലക്കി. വെൽക്കം. എഞ്ചേടാ. റെഹാനെ കാണുമ്പോഴേ ദുബായിലെ ബുർജ് ഖലീഫ 31ന് ഇങ്ങനെ ഫുൾ LED ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗി. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ളതും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. ഇപ്പൊ മിഥുൻ പറഞ്ഞാലും റെഹാനയുടെ ആറ്റിറ്റ്യൂഡ് കൊച്ചു കുട്ടികളുടെ സംസാരം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കുക്കുരു കുക്കുറുങ്ങ ആ പാട്ട പാടാൻ പോണെന്ന് വിചാരിച്ചു. എടുത്ത് പാടിയെന്ന് പറഞ്ഞ ബുർജ് ഖലീഫയുടെ ആയിട്ടുള്ള പാട്ട്. സാധാരണ സിംഗേഴ്സ് എടുക്കുന്ന കുറെ പാട്ടുകൾ നമുക്ക് അറിയാലോ, ഇവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് പാടുന്ന. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇതുവരെയായിട്ടും ആരും ഇവിടെ പാടാത്ത പാട്ടുകളാണ് മോള് സെലക്ട് ചെയ്ത് വന്നത്. നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഫാദറിന്റെ ഒക്കെ തന്നെ തീരുമാനമാണ്. കാരണം എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെയാണ് ഞെട്ടിക്കേണ്ടതെന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതല്ല, ഞെട്ടിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏത് ജോണറിലുള്ള പാട്ടും മോൾക്ക് ചേരും എന്നുള്ളതാണ്. വോയിസും മാപ്പിളപ്പാട്ടിന് പറ്റുന്ന വോയിസാണ്, എന്നാൽ ഹിന്ദി പാട്ടിന് പറ്റും, മലയാളം പാട്ടിന് പറ്റും. അങ്ങനെ തമിഴ് പാട്ട് ഗംഭീരമായിട്ട് പാടിയില്ലേ? ആ തമിഴ് പാട്. അത് തേൻമൊഴി എന്നുള്ള പാട്ടൊക്കെ ആ കറക്റ്റ് ഫീൽ കൊടുത്തിട്ടാണ്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഒരു പഞ്ഞോ ഇല്ല എന്നുള്ളതാണോ? ആ അതെ അതെ. ഒരു മോളാണ്? അല്ല, 4 പെൺകുട്ടികളാണ്. ഒരു മൂത്ത ആളാണ് റൈഹാന, രണ്ടാമത്തെ ആൾ അമാന, മൂന്നാമത്തെ ആള് ഷിഫാന, 4-മത്തെ ആള് ഫാത്തിമ ഫർസാന. നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്താ? ഞങ്ങളൊരു ഫാമിലി ട്രൂപ്പായിട്ട് പോകണം എന്നാണ്. അപ്പൊ വീട്ടില് എല്ലാരും പാടും? എങ്ങനെ പാടുന്ന ആൾക്കാർ? എല്ലാരും പാടും, മക്കളൊക്കെ പാടും. ഇത് മാത്രല്ല, റെഹാന എത്രയുണ്ട് ഫോളോയിങ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞേ? 1.5 ലക്ഷം. ഓക്കെ. ഇനിയിപ്പോ ഇന്ന് മുതൽ ഇനി അതിന്റെ ഇരട്ടിയാവും കേട്ടോ. അപ്പൊ എന്തായാലും റൈഹാന ഒരു ബുർജ് ഖലീഫായിട്ട് തന്നെ നിൽക്കട്ടെ. പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും കുറെ കാലം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. റൈഹാന മോള് ഉഗ്രം പെർഫോമറാണ് കേട്ടോ. കാര്യം നമ്മള് ഈ ചില വേദികളിലൊക്കെ ചില ആൾക്കാരെ, കാരണം പണ്ട് ചിത്രായിർ എന്ന് പറഞ്ഞ, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്, ചിത്രായിർ എന്ന് പറയുന്ന സിംഗറുണ്ട്. വേദി ഇളക്കി മറിക്കുന്ന ഒരു സിംഗറായിരുന്നു. അതുപോലെ റിമിയൊക്കെ ഒരു വേദിയിൽ വന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. മോള് പാടി തുടങ്ങിയപ്പം ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്നോർത്ത് നമ്മൾ അന്തം വിട്ടിരുന്നു. അത്ര വോയിസ് ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല. പിന്നെ മോൾ ഈ തേന്മഴ പെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും തേന്മഴ പെയ്യുന്നൊക്കെ കയ്യിലൂടെ കാണിച്ച് പാടിക്കൊണ്ട് എല്ലാം വിസ്തരിച്ച് പാടുന്നുണ്ട്. ശരിക്കും വലിയൊരു പ്രൊഫഷണൽ സിംഗർ, അതായത് ഒരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്ന് സ്റ്റേജിൽ പാടുന്ന പോലെയാണ് മോൾ നിന്ന് പാടിയെന്ന് പറയുന്നത്. ഇനി ബാക്കി 3 അനിയത്തിമാരും ഉണ്ട്. 4 പേരായിരിക്കും. 4 പേരാണ് ഒരു വീട്ടിൽ നിന്ന് തെളിയാൻ പോകുന്നത്. അപ്പൊ ഇനി ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ, ഒരുപാട് മുകളിലോട്ട് ഉയരട്ടെ. പറഞ്ഞൊരു പോയിന്റ്, നമുക്ക് ശരിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോഴേ അങ്ങനെയാണെങ്കിൽ ബാക്കി 3 സിസ്റ്റേഴ്സിനെ കൂടി കൊണ്ടുവരും. തീർച്ചയായിട്ടും വരും. ഞങ്ങൾ ഫാമിലി ആയിട്ട്, താങ്കളും താങ്കളുടെ 4 മക്കളും ആയിട്ട് നമുക്കൊരു പാട്ട് സന്തോഷം. ഭയങ്കര രസമായിരിക്കും കാണാൻ കേട്ടോ. അടുത്ത പരിപാടിക്ക് ഒരു മാമയെടുത്ത് വലിയ വണ്ടി വിളിക്കാൻ പറയട്ടെ. അല്ല, മാമയായിരിക്കും എല്ലാവരും കൊണ്ടുവരുന്നത്. അപ്പോ അങ്ങനെ എല്ലാരും കൂടി വന്ന് നമുക്ക് ഇവിടെ ഒരു ആഘോഷമാക്കാം കേട്ടോ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു മോളെ. ഇങ്ങനെയുള്ള രീതിയിൽ തന്നെ കേട്ടോ, ഈ എനർജി, ഈ പാഷനോട് കൂടി തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. വിൽ ഗോ പ്ലേസസ് ഫോർ ഷുവർ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വൻ പരിപാടികൾ, കംപ്ലീറ്റ് ഡിഫറെന്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ കോമഡി ഉത്സവം പൊടി പൊടിച്ചില്ലേ? അപ്പൊ ഇനിയിപ്പോ കൊടി ഇറക്കട്ടെ. അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.